നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുസാറ്റിൽ സെക്യൂരിറ്റി ഗാർഡ് ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ കുസാറ്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ മൊത്തം 13 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത സെക്യൂരിറ്റി ഗാർഡ് 7ാം ക്ലാസ് പാസ്. എങ്ങനെ അപേക്ഷിക്കാം? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് വിവിധ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF ലിങ്ക് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, പോലീസ്, ഡ്രൈവർ. കേരള സർക്കാർ സ്ഥിരജോലി. സമയം തീരാറായി. കേരള സർക്കാർ PSC വിവിധ തസ്തികകളിൽ നിരവധി ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് വിജ്ഞാപനമിറക്കിയിട്ടുണ്ട്. പോലീസ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമനം നടത്തുന്നുണ്ട്. കേരള വനം വകുപ്പ് കാറ്റഗറി നമ്പർ 524/2024 കേരള വനം വകുപ്പിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാനാവും. കേരളത്തിലുടനീളം പ്രതിഷ്ഠിത ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 36 വയസ്സ് വരെയാണ് പ്രായപരിധി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 60,700 രൂപ വരെ ശമ്പളം ലഭിക്കും. 2. തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി നേടാൻ അവസരം. അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ തസ്തികയിലാണ് റിക്രൂട്ട്മെൻറ്റ്. കേരള PSC നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത്. ആകെ 19 ഒഴിവുകളാണുള്ളത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ പ്ലാനിംഗ് ആൻഡ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, റീജിയണൽ പ്ലാനിംഗ്, സിറ്റി പ്ലാനിംഗ്, അർബൻ എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫിസിക്കൽ പ്ലാനിംഗ് എന്നിവയിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. കാറ്റഗറി നമ്പർ 721/2024. 3. കേരള പോലീസ് വകുപ്പിൽ വനിതകൾക്ക് കോൺസ്റ്റബിൾ ജോലി നേടാൻ അവസരം. കേരള PSC മുഖേന നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത്. കേരളത്തിലുടനീളം വിവിധ ബറ്റാലിയനുകളിലേക്ക് സ്ഥിര നിയമനമാണ് നടക്കുക. +2 പൂർത്തിയാക്കിയ വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. പുരുഷന്മാർക്കും അംഗവൈകല്യമുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. ഉദ്യോഗാർത്ഥികൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. കാറ്റഗറി നമ്പർ 582. 4. കേരള സർക്കാരിന് കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം. കേരള PSC മൃഗസംരക്ഷണ വകുപ്പിലെ വിവിധ ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, പൊല്യൂട്ടറി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എലിമിനേറ്റർ തുടങ്ങി വിവിധ തസ്തികകളിലാണ് നിയമനം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷ നൽകുക. VHSC ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് വിജയിച്ചവരായിരിക്കണം. കാറ്റഗറി നമ്പർ 616/2024, 617. 5. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർ കാത്തിരുന്ന വിജ്ഞാപനമെത്തി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ വിവിധ സർക്കാർ വകുപ്പിലേക്കുള്ള അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് വിജ്ഞാപനം വിളിച്ചു. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം,
സംസ്ഥാന ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രൈബ്യൂണലിൻ്റെ ഓഫീസ്, അന്വേഷണ കമ്മീഷണറുടെയും പ്രത്യേക ജഡ്ജിമാരുടെയും ഓഫീസുകളിലേക്ക് അസിസ്റ്റന്റ് നിയമനമാണ് നടക്കുന്നത്. മിനിമം ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PSC വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കാറ്റഗറി നമ്പർ 576/2024. 8ാം ക്ലാസ് യോഗ്യതയുള്ള പുരുഷന്മാർക്ക് സ്ഥിരജോലി. മോസ്കിറ്റോ കൺട്രോൾ വർക്കർ. തിരുവനന്തപുരം നഗരസഭയിൽ ആൻറ്റി മോസ്കിറ്റോ കൺട്രോൾ വർക്കറുടെ സ്ഥിര ഒഴിവുണ്ട്. പ്രായം 18-41. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യത 8ാം ക്ലാസ് ജയിച്ചിരിക്കണം. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം. താൽപ്പര്യമുള്ളവർ ജനുവരി 30 വൈകിട്ട് 5 ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ആയുർവേദ കോളേജിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നിലവിലുള്ള ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി 18-നും 41-നും മധ്യേ പ്രായമുള്ളവർ ജനുവരി 30 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, മറ്റ് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഷരഹിത മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ അപേക്ഷ ക്ഷണിച്ചു. കരുവേലിപ്പടി ഗവൺമെൻറ് മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ HMC നിയമിക്കുന്നതിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 31. കൂടുതൽ വിവരങ്ങൾക്ക് 0484221068. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വേക്കൻ ഇൻ്റർവ്യൂ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി 4 രാവിലെ 11 മണിക്ക് വേക്കൻ ഇൻ്റർവ്യൂ നടത്തും. സയൻസ് മുഖ്യ വിഷയമായി പ്രീ ഡിഗ്രി, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഫാർമസി ഡിപ്ലോമ തത്തുല്യ യോഗ്യതയും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ്, ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484238600. ലാബ് ടെക്നീഷ്യൻ വേക്കൻ ഇൻ്റർവ്യൂ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി 5 രാവിലെ 11 മണിക്ക് വേക്കൻ ഇൻ്റർവ്യൂ നടത്തും. സയൻസ് വിഷയങ്ങളിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ B ഗ്രേഡാണ് യോഗ്യത. ക്ലാസ് 1 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അസിസ്റ്റൻറ്റ് ടെസ്റ്റും 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും 15 വർഷ സൈനിക സേവന പരിചയമുള്ള വിമുക്ത ഭടന്മാർക്കും അപേക്ഷിക്കാം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി എന്നിവിടങ്ങളിൽ നിന്നുള്ള 1 വർഷ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ട്രെയിനിംഗ് കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യ സാങ്കേതിക യോഗ്യതയും DME സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ്, ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484238600. എംപ്ലോയബിലിറ്റി സെൻറ്റർ നിയമനം. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നു. തത്തമ്പള്ളി സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിലാണ് അഭിമുഖം. 3 കമ്പനികളിലായി 40-ലധികം ഒഴിവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത +2, ബിരുദം, BCom, ടാലി, MBA, ട്രാവൽ ആൻഡ് ടൂറിസം, BSc, MLT, TMLT വനിതകൾ. നിശ്ചിത യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477223064, 8304057735. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.